കിളിമാനൂരിലേക്കാണ്. അവിടെ അപകടത്തിൽപ്പെട്ട പെട്രോൾ ടാങ്കർ 17 മണിക്കൂറായിട്ടും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ധനം മാറ്റിയാലേ ടാങ്ക് പൂർണ്ണമായും അപകട സ്ഥലത്ത് നിന്ന് മാറ്റാൻ കഴിയൂ എന്ന് ഫയർഫോഴ്സ് പറയുന്നുണ്ട്. ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട്. കാരണം പുലർച്ചെ മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കർശനമായ നിയന്ത്രണങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇത്ര മണിക്കൂറായിട്ടും അത് നീക്കാൻ കഴിഞ്ഞിട്ടില്ല, പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർ പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉയർത്തുന്നുണ്ട്. ആദ്യം ഒരു പ്രതികരണത്തിലേക്കാണ്, അത് കാണാം. അവരുടെ പോർട്ടബിൾ പമ്പ് വന്ന ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വലിയ ക്രെയിൻ വന്ന് ഇതിനെടുത്ത് മുകളിലോട്ട് വെക്കും. ഇവിടെ KSEBിലെ ലൈനുകളെല്ലാം മാറ്റിയിട്ടേക്കാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഇഗ്നീഷൻ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ലൈനുകളെല്ലാം വിച്ഛേദിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പോർട്ടബിൾ പമ്പ് കൊണ്ടുവന്ന് സക്ക് ചെയ്തെടുത്തിട്ട് വണ്ടിയെ ലിഫ്റ്റ് ചെയ്ത് കയറ്റാനാണ്. ആദ്യം വീണ സമയത്ത് പകുതി ഒന്ന് ചരിഞ്ഞാണ് കിടന്നത്. ഇപ്പം ആ ഒരു ചെറിയ 2 ക്രെയിൻ ഉപയോഗിച്ച് നേരെ നിർത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ അങ്ങ് ഭീതിയിലാണ്. കാരണം ഇതിൻ്റെ സ്മെല്ല് കാരണം പലർക്കും അങ്ങ് ശ്വാസം മുട്ട് വരുന്നുണ്ട്, തളർച്ച വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട്, പക്ഷേ ഇതുവരെയും ഇതെടുത്ത് മാറ്റാനുള്ള സംവിധാനം ചെയ്തിട്ടില്ല. ഒരു വീടുകളിലും കറണ്ടില്ല. ഇത് സർക്കാർ സംവിധാനത്തിൻ്റെ അതുപോലെ തന്നെ ഈ പറയുന്ന കോർപ്പറേഷൻ്റെയും കൂടി ഒരു പരാജയമായി നമ്മൾ കാണുകയാണ് ഇതിനെ സംബന്ധിച്ച്. കാരണം ഇത്രയും വലിയൊരു ക്രൈസിസ് വന്നിട്ട് അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അത് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ഈ കമ്പനി, പെട്രോളിയം കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട്. AV ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ, ആ പ്രദേശവാസികളുടെ പ്രതികരണം നമ്മൾ കേട്ടു. അതിൽ അവരുടെ വിമർശനം വ്യക്തവുമാണ്. ഇത്ര മണിക്കൂറുകൾ പിന്നിടുന്നു, ഒരു പരിഹാരം ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല. ആ പ്രദേശത്താണെങ്കിൽ വൈദ്യുതി ബന്ധം നിലച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട്. നേരത്തെ ഈ ടാങ്കർ മറിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് നീങ്ങി വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ഷേപം, എന്താണ് അവിടെ സംഭവിച്ചത്? ഇത്രയും കാലതാമസം രൂപപ്പെടാനുള്ള സാഹചര്യം എന്തായിരുന്നു? AV ജയശങ്കർ. റിജിത്ത്, ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ഇന്ധന ടാങ്ക് കിളിമാനൂർ തട്ടത്ത് മലയ്ക്ക് സമീപം മറിയുന്നത്. ഒരു തോടിലേക്കാണ് ഈ ടാങ്ക് മറിയുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഈ വാഹനത്തിൽ നിന്നും ഡ്രൈവറും മറ്റു ക്ലീനറും രക്ഷപ്പെട്ടു. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രാവിലെയോടെ തന്നെ ഈ ഫയർഫോഴ്സ് ഈ ടാങ്കർ ഉയർത്താനുള്ളൊരു ശ്രമം ആരംഭിച്ചിരുന്നു. 11 മണിയോടുകൂടി ഭാഗികമായി ഈ ടാങ്കർ ഫയർഫോഴ്സ് ഉയർത്തി. പിന്നീടുണ്ടായ പ്രതിസന്ധി, ഈ ഇന്ധനം മാറ്റാനുള്ള ഒരു പമ്പ് കൊണ്ടുവരേണ്ടതായിരുന്നു. ഈ പമ്പ് എത്തിക്കാനുള്ള കാലതാമസമാണ് നിലവിലെ പ്രതിസന്ധി. ഈ ഇന്ധനം മാറ്റണമെങ്കിൽ IOCയുടെ ഒരു പമ്പ് കൊണ്ടുവരണം. അത് കൊച്ചിയിൽ നിന്നാണ് എത്തിക്കേണ്ടത്. അത് നിലവിൽ ഇവിടെ എത്തിയിട്ടില്ല. ഈ പമ്പുമായി കൊച്ചിയിൽ നിന്ന് IOCയുടെ പ്രത്യേക ടീം തിരിച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. 7 മണിയോടുകൂടി ഇവിടെ ഈ ഇന്ധനം പോർട്ട് ചെയ്യാനുള്ള പമ്പ് എത്തിക്കഴിഞ്ഞാൽ ഇന്ധനം മാറ്റി ഈ ടാങ്ക് പൂർണ്ണമായി ഉയർത്തി സ്ഥലത്ത് നിന്ന് മാറ്റാമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു ജനത കുറേ മണിക്കൂറുകളായി ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ പ്രദേശത്ത് പാചകം ചെയ്യുന്നതിനും മറ്റും വലിയ നിയന്ത്രണമുണ്ട്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന അവസ്ഥയാണ്. അത്തരത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കുറേ മണിക്കൂറുകളായി അവരുടെ സൗരജീവിതം, സ്വതന്ത്ര ജീവിതം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. ഈ നാട്ടുകാരും മറ്റും ഇക്കാര്യത്തിൽ IOCയുടെയും ഉദ്യോഗസ്ഥരുടെയും വലിയ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. പക്ഷേ ഫയർഫോഴ്സ് കൃത്യമായി ഈ സംഭവം നടന്ന ഘട്ടം മുതൽ സ്ഥലത്തുണ്ടായിരുന്നു. അവർ പ്രാഥമിക ക്രമീകരണങ്ങളും മറ്റും കൃത്യമായി ഒരുക്കിയിരുന്നു. 11 മണിയോടുകൂടി ഈ മറഞ്ഞു കിടന്ന ഈ ടാങ്കർ കൃത്യമായി അവർ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പിന്നീടുള്ള പ്രതിസന്ധി, ഈ ടാങ്കിൽ 80% ഇന്ധനം ചോർച്ചയ്ക്ക് ശേഷവും ബാക്കിയുണ്ട്. ഈ ഇന്ധനം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റണമെങ്കിൽ അത് പമ്പ് ചെയ്യാനുള്ള ഒരു പ്രത്യേക പമ്പ് ആവശ്യമാണ്. ഇത് IOCയുടെ പക്കലാണുള്ളത്. IOC കൊച്ചിയിലാണ് ഈ സാധനമുള്ളത്. ഇത് അവിടെ നിന്ന് കൊണ്ടുവരാൻ വലിയൊരു കാലതാമസമുണ്ട്. നിലവിൽ കൊച്ചിയിൽ നിന്ന് ഈ പമ്പ് ഉച്ചയോടുകൂടി പുറപ്പെട്ടു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. 7 മണിയോടുകൂടി സ്ഥലത്തെത്തുമെന്നും പറയുന്നു. എന്തായാലും ഈ പമ്പ് കൊണ്ടുവന്ന, ഈ പോർട്ടബിൾ പമ്പ് കൊണ്ടുവന്ന ഈ മറഞ്ഞ ടാങ്കറിൽ നിന്നും മറ്റൊരു ടാങ്കറിലേക്ക് ഇന്ധനം മാറ്റും. അതിനുശേഷം പൂർണ്ണമായും ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ മറഞ്ഞ ടാങ്കർ ലോറി ഈ തോട്ടിൽ നിന്ന് ഉയർത്താം ആകുമെന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. അതിനെന്തായാലും ഇനിയും മണിക്കൂറുകളെടുക്കും. കാരണം ഈ പോർട്ടബിൾ പമ്പ് കൊണ്ടുവന്നാൽ തന്നെ ഏകദേശം 1 മണിക്കൂറോളം ഇന്ധനം മാറ്റാൻ എടുക്കുമെന്നാണ് IOCയുടെ അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും രാത്രി ഏറെ കാത്തിരിക്കണം. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ, വീട്ടിൽ ഒന്ന് വെളിച്ചം വരണമെങ്കിൽ. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, മൊബൈൽ ഫോണിനുൾപ്പെടെ റേഞ്ച് വളരെയധികം കുറഞ്ഞൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും വൈഫൈ ഉപയോഗിച്ചാണ് വീടുകളിലും മറ്റും കണക്ടിവിറ്റി ലഭ്യമാക്കുന്നത്. അതെല്ലാം തടസ്സപ്പെട്ടിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോഴും ചില സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ ഈ പ്രദേശത്തെ ജനത വലിയ ദുരിതം അനുഭവിക്കുന്നു. ആളുകളുടെ വാക്കുകളിലെല്ലാം അക്കാര്യം തന്നെയാണ് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ഇനിയും കുറെ അപകടം നടന്നിട്ട് ഏതാണ്ട് 17 മണിക്കൂറുകൾ പിന്നിടുകയാണ്. അപ്പോഴും അവിടെ ആ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്.